മിഴിപൂട്ടി. മനോഹരമായ ഒരു സിനിമാ ഗാനത്തിൻ്റെ വരികളാണല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇത് കണ്ടോ, ഈ ഇലകളൊക്കെ മിഴിപൂട്ടി നിൽക്കുന്നത് കണ്ടോ? അല്പം ചുളുങ്ങിയിട്ടുണ്ട്, പൂക്കൾ കരിഞ്ഞിട്ടുണ്ട്, ഇലകൾ കരിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു രോഗലക്ഷണമാണ്. അപ്പോൾ ഈ ചെടിയെ സംബന്ധിച്ചിട്ട് കുക്കർബിറ്റ് മൊസൈക്കിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ചെടികൾക്കും രോഗങ്ങളുണ്ട് അല്ലേ, അതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. നമ്മളെപ്പോലെ തന്നെ ചെടികളും രോഗവും രോഗലക്ഷണങ്ങളെല്ലാം കാണിക്കും. ഈ ലക്ഷണങ്ങൾ കൃത്യമായി അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ രോഗം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ, അതിനെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രോഗങ്ങളെ രോഗലക്ഷണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ, അതിനെ വർഗീകരിച്ച് പഠിക്കണ്ടേ? അപ്പോൾ അതാണ് ഒന്നാമത്തെ ചാപ്റ്ററിലെ അടുത്ത ഭാഗം എന്ന് പറയുന്നത്. രോഗങ്ങളെയും രോഗലക്ഷണങ്ങളെയൊക്കെ കുറിച്ച് വർഗീകരിച്ച് ശാസ്ത്രീയമായി നമുക്ക് പഠിക്കാം. വരും ക്ലാസ്സിലേക്ക് പോകാം. എനി ഡീവിയേഷൻ ഫ്രം ദ നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷനിങ് ഓഫ് ദ പ്ലാന്റ്, അതാണ് രോഗത്തിൻ്റെ ഡെഫിനിഷൻ. എനി ഡീവിയേഷൻ, ഒരു പ്ലാന്റിൻ്റെ ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന ഒരു മോശമായ മാറ്റങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരം മാറ്റങ്ങളെ നമുക്ക് രോഗം എന്ന് വിവക്ഷിക്കാം. അപ്പോൾ രോഗമുണ്ടാക്കുന്ന രോഗകാരികളുണ്ടല്ലോ, അവയെന്താണ് നമ്മൾ പറയുന്നത്? അവയാണ് നമ്മൾ പാത്തജൻ എന്ന് പറയുന്നത്. ഈ രോഗം ഉണ്ടാക്കുന്ന രോഗകാരികൾ നമ്മൾ പാത്തജൻ എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം സയന്റിഫിക് സ്റ്റഡി ഓഫ് പ്ലാന്റ് ഡിസീസസ് കോസ്ഡ് ബൈ പാത്തജൻ ആൻഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ പ്ലാന്റ് പത്തോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വാക്കുകൾ രോഗവുമായിട്ട് ബന്ധപ്പെട്ട 3 വാക്കുകൾ. ഒന്ന് ഡിസീസ്, പ്ലാന്റ് ഡിസീസ്, എനി ഡീവിയേഷൻ ഫ്രം ദ നോർമൽ ഫങ്ഷനിങ് ഓഫ് എ പ്ലാന്റ്. രണ്ടാമത്തത് പാത്തജൻ, രോഗം ഉണ്ടാക്കുന്ന രോഗകാരിയാണ് പാത്തജൻ. മൂന്നാമത് പ്ലാന്റ് പത്തോളജി അല്ലേ, അതിനെക്കുറിച്ചുള്ള രോഗങ്ങളെയും രോഗകാരികളെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പ്ലാന്റ് പത്തോളജി എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗങ്ങളുടെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ശാസ്ത്രീയമായി നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. പ്രധാനമായിട്ടും 3 രോഗങ്ങളെ നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നത്. ഒന്ന്, ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് കോസിങ് ഡിസീസ്, എന്തുകൊണ്ടാണ് രോഗമുണ്ടാകുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് രോഗം ഉണ്ടാകുന്നത്, രോഗത്തിൻ്റെ കാരണങ്ങൾ ഏവയാണ്, അതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. രണ്ടാമത് ബേസ്ഡ് ഓൺ കോസൽ ഓർഗാനിസം, രോഗകാരികളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, മൂന്നാമതായിട്ട് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് സ്പ്രെഡ് ഓഫ് പാത്തജൻ, എങ്ങനെയാണ് ഈ രോഗം പരക്കുന്നത് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ. നമുക്ക് ഓരോന്നും ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് ഫാക്ടേഴ്സ് കോസിങ് ഡിസീസ്, ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് കോസിങ് ഡിസീസ്. അതിൽ നമുക്ക് 2 രോഗങ്ങളെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബയോട്ടിക് ഫാക്ടേഴ്സ്, രണ്ടാമത് എബയോട്ടിക് ഫാക്ടേഴ്സ്. ചെറിയ ക്ലാസിഫിക്കേഷനാണ്. ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് കോസിങ് ഡിസീസിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് കൊണ്ടുവരുന്ന രോഗങ്ങൾ, എബയോട്ടിക് ഫാക്ടേഴ്സ് കൊണ്ടുവരുന്ന രോഗങ്ങൾ. ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ് അറിയാവോ? അതെ, കോസിങ് ഡിസീസ് കോസ്ഡ് ബൈ ലിവിങ് ഫാക്ടേഴ്സ്, ജീവനുള്ള വസ്തുക്കൾ കൊണ്ടുവരുന്ന, ജീവനുള്ള രോഗകാരികൾ കൊണ്ടുവരുന്ന രോഗങ്ങളെ നമുക്ക് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്താം. രണ്ടാമത് എബയോട്ടിക് ഫാക്ടേഴ്സ്, ജീവനില്ലാത്ത രോഗകാരികൾ അല്ലേ, ജീവനില്ലാത്ത വസ്തുക്കളും പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും പ്ലാന്റ്സിനായാലും രോഗങ്ങളുണ്ടാവും. അപ്പോൾ അത്തരം ഇതിനെയാണ് നമ്മൾ എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. വ്യക്തമായോ? ഇനി നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. അപ്പോൾ ബയോട്ടിക് ഫാക്ടേഴ്സ് കൊണ്ടുവരുന്ന രോഗങ്ങൾ, അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്ന പാരസൈറ്റിക് മൈക്രോ ഓർഗാനിസം ആയിരിക്കും, സൂക്ഷ്മജീവികളായിരിക്കും അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്ലാന്റ്സിന്, സസ്യങ്ങൾക്ക് രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? അത് തന്നെ ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, മൈക്രോപ്ലാസ്മ അല്ലെങ്കിൽ ഫൈറ്റോപ്ലാസ്മ, ആൽഗെ. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ് സസ്യങ്ങൾക്ക് രോഗം ഉണ്ടാക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം: ഫംഗസ്, ബാക്ടീരിയ,
വൈറസ്, ഫൈറ്റോപ്ലാസ്മ ആൻഡ് ആൽഗെ. ഓരോന്നിനെക്കുറിച്ചും വളരെ ലളിതമായിട്ട് നിങ്ങൾ മറ്റ് ക്ലാസ്സുകളിലൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഫംഗസ്, എന്താണ് അതിൻ്റെ സ്വഭാവവിശേഷങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമുക്കിവിടെ ലളിതമായിട്ട് ഈ 5 ഫാക്ടേഴ്സിനെ കുറിച്ച് ഒന്ന് ഓട്ടപ്രദർശനം നടത്തി ഒന്ന് പോകാം. ആദ്യമായിട്ട് ഫംഗസ്. ഫംഗസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ത്രെഡ് ലൈക്ക് ഓർഗാനിസംസ് അല്ലേ, ഒരു നാരുകൾ പോലെ കാണുന്ന ഒരു ജീവവർഗത്തിൽപ്പെട്ട ഓർഗാനിസം, സൂക്ഷ്മജീവിയാണ് ഫംഗസ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് ആണ്. ഇതിൻ്റെ ഈ നാരുകൾ പോലെയുള്ള ശരീരത്തിന് ചിലപ്പോൾ അത് സിംഗിൾ സെല്ലും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഉണ്ട്. നാരുകൾ പോലെയുള്ള ശരീരത്തിന് നമ്മൾ പറയുന്ന പേര് ഹൈഫെ എന്നാണ് പറയുന്നത്. ഈ ഹൈഫയുടെ ഒരു കൂട്ടം, ധാരാളം ഹൈഫെ കൂടിച്ചേർന്ന് വളരെ ബ്രാഞ്ചഡ് ആയിട്ട് ഇങ്ങനെ എല്ലാ ശാഖകളായി പോകുന്ന ഹൈഫയൊക്കെ കൂടിച്ചേർന്ന് ഫംഗസിൻ്റെ ബോഡി ഉണ്ട്. അതിനെ മൈസീലിയം എന്നാണ് നമ്മൾ പറയുന്നത്. ഫംഗസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അധികം സ്പോർസ് വഴിയാണ്. അപ്പോൾ ഈ സ്പോർസൊക്കെ സസ്യങ്ങളുടെ പുറത്ത് വീണിട്ടാണ് അത് രോഗമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് ഫംഗസിൻ്റെ വിഭാഗം. ധാരാളം രോഗങ്ങൾ ഫംഗസ് കൊണ്ട്, പ്രധാനമായിട്ടും രോഗങ്ങളിൽ ഫംഗസ് കൊണ്ടുള്ള രോഗങ്ങളാണ് സസ്യങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത്. ഉദാഹരണം നിങ്ങൾക്കറിയാവോ? അതെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ലീവ് സ്പോട്ട്, ഇപ്പോൾ റൈസിൻ്റെ ബ്ലാസ്റ്റ് ഡിസീസ്, അല്ലെങ്കിൽ കോക്കനട്ടിൻ്റെ ബഡ് റോട്ട് ഡിസീസ്, ഇങ്ങനെ ധാരാളം രോഗങ്ങൾ ഈ ഫംഗസ് കൊണ്ട് പ്ലാന്റ്സിനുണ്ടാവുന്നുണ്ട്. അടുത്ത വിഭാഗം നമ്മൾ പറഞ്ഞതാണ് ബാക്ടീരിയ അല്ലേ. ഒരു മേജർ ഗ്രൂപ്പാണ്. അധികവും സിംഗിൾ സെൽഡാണ്. ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആണ്, സിംഗിൾ സെൽഡാണ്. ഒറ്റ സെല്ല് മാത്രമേ ബാക്ടീരിയയ്ക്കുള്ളൂ. ബാക്ടീരിയ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാവോ? സസ്യങ്ങളിലേക്ക് ഇലകളുടെ അടിയിലൊക്കെയുള്ള ടൊമാറ്റോ വഴിയൊക്കെയാണ്. ടൊമാറ്റൽ ഓപ്പണിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ മുറിവുകൾ വഴി ഒക്കെയാണ് ബാക്ടീരിയ സസ്യങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും രോഗം ഉണ്ടാക്കുന്നതും. ബാക്ടീരിയൽ ഡിസീസിന് ഉദാഹരണം പറയാവോ? അതെ, റൈസിൻ്റെ ബാക്ടീരിയൽ റീഫ്ലൈറ്റ് ഡിസീസ് എക്സാമ്പിളാണ്. ധാരാളം വിൽട്ട് ഡിസീസ്, ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന വിൽട്ട് ഡിസീസൊക്കെ സസ്യങ്ങളിലുണ്ടാവുന്നുണ്ട്. അതെല്ലാം ഉദാഹരണമാണ്. അടുത്ത വിഭാഗത്തിലേക്ക് നമുക്ക് പോകാം, വൈറസ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മജീവികളാണ് വൈറസ് അല്ലേ. ഇപ്പോൾ നമുക്കിങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെ എടുക്കേണ്ടി വരുന്നത് കൊറോണ എന്ന വൈറസ് മനുഷ്യരിലുണ്ടാക്കുന്ന രോഗം മൂലമാണ്. വൈറസിൻ്റെ പ്രത്യേകത എന്താണ്? പ്രധാനമായിട്ടും RNA വൈറസും ഉണ്ട്, DNA വൈറസും ഉണ്ട്. അപ്പോൾ ഈ RNA അല്ലെങ്കിൽ DNA എന്ന് പറയുന്ന ജനറ്റിക് മെറ്റീരിയലും അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കവറിങ്, ഒരു പ്രോട്ടീൻ കോട്ടും ഉള്ള ഒരു സൂക്ഷ്മജീവികളാണ്, വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ജീവികളാണ് വൈറസ്. വൈറസിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് പലപ്പോഴും സംശയം തോന്നും. കാരണം ഒരു ജീവനുള്ള ജീവിക്ക് കാണിക്കേണ്ട പല സ്വഭാവവിശേഷങ്ങളും ഒരു ജീവനുള്ള ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ മാത്രമാണ് വൈറസ് കാണിക്കാറുള്ളൂ. അതിന് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലൊക്കെ ജീവനുള്ള മറ്റ് ഹോസ്റ്റ് സെല്ലുകളുടെ സഹായം അത്യാവശ്യമാണ്. പ്ലാന്റ്സിൽ ഒരുപാട് വൈറൽ ഡിസീസ് ഉണ്ട്. നമുക്ക് എക്സാമ്പിൾ അറിയാലേ, റൈസിൽ വരുന്ന തുങ്ക്രോ ഡിസീസ്, ബനാനയുടെ ബഞ്ചി ടോപ്പ് ഡിസീസ്, പലതരം മൊസൈക്ക് ഡിസീസുകൾ, ടാപ്പിയോക്ക മൊസൈക്ക് പോലെയൊക്കെയുള്ള മൊസൈക്ക് ഡിസീസുകളൊക്കെ, ധാരാളം ഡിസീസുകൾ വൈറസ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഈ വൈറസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? വൈറസിന് ചിലതരം ജീവികളുടെ അല്ലെങ്കിൽ ഇൻസെക്ട്സിൻ്റെയൊക്കെ ഒരു വാഹകരായിട്ട് പലപ്പോഴും ആവശ്യമാണ് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. അവയെ നമ്മൾ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അഫിഡ്സ്, വൈറ്റ് ഫ്ലൈസ് ഇതൊക്കെ ഇതിൻ്റെ വാഹകരാണ്. ഇപ്പോൾ ബഞ്ചി ടോപ്പ് ഡിസീസിൻ്റെ ആണെങ്കിൽ എഫിഡ്സ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഈ നമ്മുടെ ടാപ്പിയോക്ക മൊസൈക്ക് ഒക്കെ ആണെങ്കിൽ വൈറ്റ് ഫ്ലൈ, യെല്ലോ വെയിൻ മൊസൈക്ക്, ബിണ്ടിയുടെ യെല്ലോ വെയിൻ മൊസൈക്ക്, വെണ്ടയുടെ യെല്ലോ വെയിൻ മൊസൈക്ക് ഡിസീസ് ആണെങ്കിൽ അത് വൈറ്റ് ഫ്ലൈസ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സൂക്ഷ്മജീവികൾ വഴി അല്ലെങ്കിൽ വെക്ടേഴ്സ് വഴിയാണ് അധികവും വൈറൽ ഡിസീസ് സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഫൈറ്റോപ്ലാസ്മ, മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫൈറ്റോപ്ലാസ്മ എന്ന് പറയും. ഇത് വൈറസിൻ്റെയും ബാക്ടീരിയയുടെയും ഒക്കെ സ്വഭാവവിശേഷം നടുക്കിൽ വരുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ചില ജീവിവർഗങ്ങളാണ്, സൂക്ഷ്മജീവികളാണ് ഫൈറ്റോപ്ലാസ്മ എന്ന് പറയുന്നത്. DNA RNAയും ശരീരത്തിൽ കാണാറുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ കേരളം കോക്കനട്ടിൻ്റെ അല്ലെങ്കിൽ തെങ്ങിൻ്റെ നാടാണ്, കേരത്തിൻ്റെ നാടാണ് അല്ലേ. തെങ്ങിനെ ബാധിക്കുന്ന കാറ്റുവീഴ്ച പോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട, ഇതേപോലെ ഫില്ലോഡി പോലെയൊക്കെയുള്ള രോഗങ്ങളൊക്കെ ഈ
ഇതുകൊണ്ട് വരുന്നതാണ്. ഫൈറ്റോപ്ലാസ്മൽ ഡിസീസിന് ഉദാഹരണങ്ങളാണ്. അടുത്തതിലേക്ക് പോവാം. 5ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആൽഗെ അല്ലേ. ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്ലാന്റ് അല്ല, അനിമൽ അല്ല, ഫംഗൈ അല്ല, ഇതൊന്നും അല്ലാത്ത ഒരു വിഭാഗത്തിൽ വരുന്ന സൂക്ഷ്മജീവികളാണ് ആൽഗെ എന്ന് പറയുന്നത്. ശരീരത്തിൽ ക്ലോറോഫിൽ ഉണ്ട്. എന്നാൽ മറ്റ് പ്ലാന്റ്സിന് ഉള്ള രീതിയിലുള്ള വേരുകളോ ഇലകളോ തണ്ടുകളോ ഒന്നും പലപ്പോഴും ഈ ആൽഗയ്ക്ക് കാണുന്നുണ്ടാവില്ല. അവ പ്ലാന്റ്സിനെ പാരസൈറ്റ് ചെയ്ത് ജീവിക്കുന്ന രീതിയിൽ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ പലതരം രോഗങ്ങൾ ആൽഗ കൊണ്ടും സസ്യങ്ങൾക്കുണ്ടാവുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെഡ് റസ്റ്റ്, നമ്മുടെ കോഫിയിലും തേയിലയിലൊക്കെ കാണുന്ന റെഡ് റസ്റ്റ് ഒക്കെ ഒരു ആൽഗൽ ഡിസീസിന് ഉദാഹരണമാണ്. ഓക്കെ, വ്യക്തമായോ? അപ്പോൾ ബയോട്ടിക് ഫാക്ടേഴ്സ് കൊണ്ടുവരുന്ന രോഗങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതായത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, അതേപോലെ ഫൈറ്റോപ്ലാസ്മ, ആൽഗെ ഒക്കെ കൊണ്ടുവരുന്ന രോഗങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ഏതാണ് നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ്? അതെ, എബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലേ. ബയോട്ടിക് ഫാക്ടേഴ്സ്, എബയോട്ടിക് ഫാക്ടേഴ്സ്, ഇങ്ങനെ 2 ഗ്രൂപ്പാണ് നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ കണ്ടത്. അടുത്ത് എബയോട്ടിക് ഫാക്ടേഴ്സ്. എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ലിവിങ് ആയിട്ടുള്ള അല്ലേ, ജീവനില്ലാത്ത കാരണങ്ങൾ കൊണ്ടുവരുന്ന, ജീവൻ അല്ലാത്ത സൂക്ഷ്മജീവികളല്ലാത്ത മറ്റു കാരണങ്ങൾ കൊണ്ട് സസ്യങ്ങൾക്ക് വരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എബയോട്ടിക് ഡിസീസിന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു 6 വിഭാഗമായിട്ട് തിരിക്കാം. ഫിസിയോളജിക്കൽ ഡിസ്റ്റർബൻസസ്, ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, എയർ പൊല്യൂഷൻ, മോയിസ്ചർ, ടെമ്പറേച്ചർ, ലൈറ്റ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ വരുന്ന ഇതിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെ വരുന്ന രോഗങ്ങളെ നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഫിസിയോളജിക്കൽ ഡിസ്റ്റർബൻസസ് എന്തുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്? അഡ്വേഴ്സ് വെതർ കണ്ടീഷൻ കൊണ്ടോ, ലൈറ്റിൻ്റെ കുറവ് കൊണ്ടോ, വാട്ടർ സ്റ്റാഗ്നേഷൻ കൊണ്ടോ, ഫൈറ്റോടോക്സിക് കോമ്പൗണ്ട്, സസ്യങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കോമ്പൗണ്ട്സിൻ്റെയൊക്കെ സാന്നിധ്യം കൊണ്ടോ ഒക്കെ വരുന്ന രോഗങ്ങളെ നമുക്ക് ഈ ഫിസിയോളജിക്കൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. അടുത്തത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി. അത് ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇപ്പോൾ ഇവിടെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് മോളിബ്ഡനത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. മോളിബ്ഡൻ ഡെഫിഷ്യൻസി കൊണ്ട് ക്യാബേജിന് ഉണ്ടാകുന്ന വിപ്റ്റൈൽ എന്ന് പറയുന്ന രോഗമാണ് സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നെല്ലിനെ ബാധിക്കുന്ന സിങ്ക് ഡെഫിഷ്യൻസി ഉണ്ട്, നെല്ലിനെ ബാധിക്കുന്ന ഹൈറ ഡിസീസ് ഉണ്ട്. അതുപോലെ ബോറോൺ ഡെഫിഷ്യൻസി കൊണ്ട് തെങ്ങിനെ ബാധിക്കുന്ന ക്രൗൺ ചോക്കിംഗ് എന്ന് പറയുന്ന ഡിസീസിന് ധാരാളം ഡിസീസ് ഉണ്ട്. അടുത്തതിലേക്ക് നമുക്ക് പോകാം. എയർ പൊല്യൂഷൻ അല്ലേ. നമുക്ക് വായു മലിനീകരണം ഒരു വലിയ പ്രശ്നമാണ്. സസ്യങ്ങൾക്കും അതുപോലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കൊക്കെ വായു മലിനീകരണം വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വായു മലിനീകരണം ഉണ്ട്. അതേപോലെ വായു മലിനീകരണത്തിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് അറിയാവോ? അതെ, ഓട്ടോമൊബൈൽ അല്ലേ, വാഹനങ്ങൾ. നമുക്കിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്തരീക്ഷമൊക്കെ തെളിയുന്ന ഒരു അവസ്ഥയുണ്ടായി, വാഹനങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് അല്ലേ. വാഹനങ്ങളിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് അത് ഒരു പ്രധാനപ്പെട്ട മലിനീകരണ സോഴ്സാണ് വായു മലിനീകരണത്തിൻ്റെ. സൾഫർ ഡയോക്സൈഡ്, നമ്മുടെ ഇഷ്ടിക ചൂള പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം വളരെയധികം അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കും. അതുപോലെ നൈട്രജൻ ഡയോക്സൈഡ്, ക്ലോറിൻ, ഇതൊക്കെ വായു മലിനീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്. ഇതുകൊണ്ട് വരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ പറയുന്നത് ഒന്ന് ബ്ലാക്ക് ടിപ്പ് ഡിസീസ്, നമ്മുടെ മാങ്ങയുടെ ബ്ലാക്ക് ടിപ്പ് ഡിസീസ്. അത് സൾഫർ ഡയോക്സൈഡിൻ്റെ പൊല്യൂഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണ് മാംഗോയുടെ ബ്ലാക്ക് ടിപ്പ് ഡിസീസ്, അറിയാമായിരിക്കും അല്ലേ. അതേപോലെ തന്നെ സിൽവർ ലീഫ് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് എന്നൊക്കെ വരുന്ന പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന സിൽവർ ലീഫ് വേറൊരു ഉദാഹരണമാണ്. അടുത്ത വിഭാഗത്തിലേക്ക് നമുക്ക് പോകാം. മോയ്സ്ചർ, വെള്ളത്തിൻ്റെ സാന്നിധ്യം. മണ്ണിൽ വെള്ളം, നമുക്കറിയാവുന്ന പോലെ വെള്ളം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഇറിഗേഷൻ പോലെ തന്നെ പ്രധാനമാണ് ഡ്രെയിനേജ് എന്ന് നമ്മൾ പറയും അല്ലേ. വെള്ളം സസ്യങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ പ്രധാനം തന്നെയാണ് കൂടുതലായിട്ടുള്ള വെള്ളം മണ്ണിൽ നിന്ന് ഇറക്കി കളയുക എന്ന് പറയുന്നത്. വെള്ളം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റൂട്ട്സ്, വേരുകളെ അത് ബാധിക്കും. കുറഞ്ഞു കഴിഞ്ഞാൽ വിൽറ്റിംഗ് പോലെയുള്ള സിംറ്റം ഉണ്ടാവും. ഇനി ഇത് രണ്ടും മാറി വന്നു കഴിഞ്ഞാലും
പ്ലാന്റ്സിന് പ്രശ്നമാണ്. ചിലപ്പം ഒരു ഡ്രൈ സ്പെല്ല്, ഒരു ഉണങ്ങിയ അവസ്ഥ കഴിഞ്ഞിട്ട് ധാരാളം മഴയൊക്കെ പെയ്ത് മണ്ണിൽ വെള്ളം കൂടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഫ്രൂട്ട് ക്രാക്കിംഗ് പോലെയുള്ള, ടൊമാറ്റോയിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട് ക്രാക്കിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതും പ്രശ്നമാണ്, മോയ്സ്ചർ കൊണ്ടുവരുന്ന പ്രശ്നമാണ്. അടുത്തതായിട്ട് ടെമ്പറേച്ചർ, ചൂട്, ഹൈ ടെമ്പറേച്ചർ, ഒരുപാട് ഉയർന്ന ചൂട് പ്രശ്നമാണ് സസ്യങ്ങൾക്ക്. എല്ലാ പ്ലാന്റ്സിനും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ പാകത്തിന് ചൂട് കിട്ടിയാലാണ് അതിന് നാച്ചുറലായിട്ടുള്ള രീതിയിൽ വളർന്ന് വികസിച്ച് പുഷ്പിച്ച് കായ്ച്ച് നല്ല ഭംഗിയായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചൂട് കുറഞ്ഞു കഴിഞ്ഞാലും ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ നിന്ന് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ സസ്യങ്ങൾക്ക് പ്രശ്നമാണ്. ഉദാഹരണം പറയാം. ഒന്ന്, ഹൈ ടെമ്പറേച്ചർ കൊണ്ടുവരുന്നത് ബ്ലോസം എൻഡ് റോട്ട് ഓഫ് സിട്രസ്, അതുപോലെ സൺ സ്കാൽഡ് ഓഫ് വെജിറ്റബിൾസ്. ഇപ്പോൾ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നുണ്ട് സൺ സ്കാൽഡ്, ടൊമാറ്റോയിൽ വന്നിരിക്കുന്നതാണ്. ഉയർന്ന ചൂട് കൊണ്ട് വെയിൽ ഒക്കെ നേരിട്ട് ഫ്രൂട്ടിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ വെളുത്ത കളറിൽ പാച്ചസ് പോലെയൊക്കെ ഉണ്ടാവും, സൺ സ്കാൽഡ്. അത് ചൂട് കൂടുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ്. ഇതേപോലെ തന്നെ ഫ്രോസ്റ്റ് അല്ലെങ്കിൽ തണുപ്പ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. നമ്മൾ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോൾ തേയിലച്ചെടികളുടെ ഇല കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അതിൻ്റെ ഉള്ളിലുള്ള മോയ്സ്ചർ ഫ്രീസ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന പ്രശ്നമാണ്. ഇലകളുടെയും സസ്യങ്ങളുടെ ഉള്ളിലുള്ള മോയ്സ്ചർ, സെല്ലുകളുടെ ഉള്ളിലുള്ള മോയ്സ്ചർ ഫ്രീസ് ചെയ്തുകൊണ്ട് വരുന്ന പ്രശ്നമാണ്. അതിനെ നമ്മൾ ഫ്രോസ്റ്റ് ഇഞ്ചുറി എന്ന് പറയും. ഇപ്പോൾ ചൂട് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. അടുത്തത് ലൈറ്റ്. നമുക്കറിയാം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സൂര്യപ്രകാശം വളരെ ആവശ്യമാണ്, അല്ലേ? ഒപ്റ്റിമം അളവിൽ സൺലൈറ്റ് നമുക്ക് കിട്ടണം. സൂര്യപ്രകാശം കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇറ്റ്യുവലേഷൻ എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ തണലത്തൊക്കെ ഓവറായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ്, ഇൻഡോർ അല്ലാതെ വളരുന്ന, ഇൻഡോർ അല്ലാത്ത പ്ലാന്റ്സ് നമ്മളകത്ത് വീടിൻ്റെ അകത്തൊക്കെ നിഴലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉയരം കൂടി വിളറി ഇലകളുടെയൊക്കെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അങ്ങനെയൊക്കെ വരുന്ന പ്രതിഭാസത്തെയാണ് ഇറ്റ്യുവലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൺലൈറ്റ്, സൂര്യപ്രകാശവും ഒപ്റ്റിമം അളവിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സസ്യങ്ങൾക്ക് ഇത്തരം രോഗലക്ഷണങ്ങൾ പ്രകടമാകും. അടുത്തത്, അപ്പോൾ ഇതാണ് എബയോട്ടിക് ഫാക്ടേഴ്സ്. 6 ഫാക്ടേഴ്സ് നമ്മൾ ഇപ്പോൾ നോക്കി, എബയോട്ടിക് ഫാക്ടേഴ്സ്. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ബേസ്ഡ് ഓൺ കോസൽ ഓർഗാനിസം. ഏത് കോസൽ ഓർഗാനിസം കൊണ്ടാണ് രോഗം ഉണ്ടാകുന്നത്, അതിൻ്റെ ബേസിസുള്ള ക്ലാസിഫിക്കേഷൻ. വളരെ എളുപ്പമാണ്, അല്ലേ? നമുക്കറിയാവുന്നത് തന്നെയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. സ്ലൈഡ് നോക്കുക. ഫംഗസ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, ഫൈറ്റോപ്ലാസ്മൽ ഡിസീസ്, ആൽഗൽ ഡിസീസ്. കുറച്ച് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഫംഗസ് കൊണ്ടുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് റൈസ് ബ്ലാസ്റ്റ്, ബഡ് റോട്ട്. ബാക്ടീരിയൽ ഡിസീസിന് എക്സാമ്പിളാണ് ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് ഓഫ് പാഡി, ബാക്ടീരിയൽ വിൽറ്റ് ഓഫ് ബ്രിഞ്ചാൾ. വൈറസ് കൊണ്ടുണ്ടാകുന്ന രോഗത്തിന് എക്സാമ്പിളാണ് ബഞ്ചി ടോപ്പ് ഡിസീസ് ഓഫ് ബനാന, കുക്കർ ബിറ്റ്സിൻ്റെ മൊസൈക് ഡിസീസ്. ഫൈറ്റോപ്ലാസ്മ കൊണ്ടുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് റൂട്ട് വിൽറ്റ് ഓഫ് കോക്കനട്ട്, ലിറ്റിൽ ലീഫ് ഓഫ് ബ്രിഞ്ചാൾ. ആൽഗെ കൊണ്ടുണ്ടാകുന്ന രോഗത്തിന് എക്സാമ്പിളാണ് ആൽഗൽ റസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് വളരെ എളുപ്പമാണ്, നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് സ്പ്രെഡ് ഓഫ് പാത്തജൻ. പാത്തജന് സ്പ്രെഡ് ആവണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്, അല്ലേ? ആ മീഡിയത്തിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാണ് മോഡ് ഓഫ് സ്പ്രെഡ് ഓഫ് പാത്തജൻ. നമുക്കറിയാം വായു വഴി, അല്ലേ? ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കൊറോണ വായു വഴി സ്പ്രെഡ് ആവുകയോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. സസ്യങ്ങളിൽ വായു വഴി സ്പ്രെഡ് ആവുന്ന രോഗങ്ങളുണ്ട്. ഉദാഹരണമാണ് റൈസ് ബ്ലാസ്റ്റ്. വായു വഴി സ്പ്രെഡ് ആവുന്ന രോഗത്തിന് ഒരു പ്രധാന ഉദാഹരണമാണ് റൈസ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ വളരെ ഉയർന്ന ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് വരെ ബ്ലാസ്റ്റിൻ്റെ സ്പോർട്സ്, ഡിസീസിൻ്റെ സ്പോർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. വായു വഴി സ്പ്രെഡ് ആവാൻ ശേഷിയുള്ളതാണ് റൈസ് ബ്ലാസ്റ്റ് ഡിസീസ്. ഇനി വെള്ളം വഴി, അല്ലേ? വെള്ളവും വഴിയും പാത്തജൻസിന് സ്പ്രെഡ് ആവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഷീത്ത് ബ്ലൈറ്റ് ഓഫ് പാഡി, ബാക്ടീരിയൽ ലീഫ് ബ്ലൈറ്റ് ഓഫ് പാഡി, ഇതൊക്കെ എക്സാമ്പിളാണ്. വാട്ടർ ബോൺ ഡിസീസാണ്, വെള്ളത്തിലൂടെ പകരുന്നത്. അപ്പം 2 നമ്മൾ കണ്ടു. എയർ ബോൺ ഡിസീസ് വായിലൂടെ പകരുന്നു,
വാട്ടർ ബോൺ ഡിസീസ്, വെള്ളത്തിലൂടെ പകരുന്നു. ഇനി മൂന്നാമത് ഏതായിരിക്കും? എയറും വാട്ടറും കഴിഞ്ഞാൽ അതെ സോയിൽ അല്ലേ, മണ്ണിലൂടെയും രോഗങ്ങൾ പകരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രാവശ്യം രോഗമുണ്ടായ സ്ഥലത്ത് വീണ്ടും പ്ലാന്റ് ചെയ്യുമ്പോൾ ആ മണ്ണൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് അല്ലേ. ക്യുക്ക് വിൽറ്റ് ഡിസീസ് പോലെയുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വീണ്ടും ആ മണ്ണ് ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് കൃഷി ചെയ്യാവുള്ളൂ എന്ന് പറയും. അതുപോലെ നഴ്സറി നമ്മൾ ചെയ്യുമ്പോൾ നഴ്സറി ബെഡ് ഡിസിൻഫെക്റ്റ് ചെയ്ത ശേഷം മാത്രമേ അവിടെ കൃഷി ചെയ്യാവുള്ളൂ എന്ന് പറയും അല്ലേ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ സോയിൽ ബോൺ ഡിസീസസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം ഇതൊക്കെ തന്നെയാണ്. സോഫ്റ്റ് റോഡ് ഡിസീസ്, ഇഞ്ചിക്ക് വരുന്ന സോഫ്റ്റ് റോഡ് ഡിസീസ് മണ്ണിലൂടെ പകരാൻ ശേഷിയുള്ളതാണ്. ക്യുക്ക് വിൽറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യുക്ക് വിൽറ്റ്. ഡാമ്പിംഗ് ഓഫ് ഡിസീസ്, തൈകളൊക്കെ പച്ചക്കറി തൈകളൊക്കെ കുഞ്ഞതായിട്ട് വരുമ്പോൾ ബാധിക്കുന്ന രോഗമാണ് ഡാമ്പിംഗ് ഓഫ് ഡിസീസ്. അപ്പോൾ അതൊക്കെ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിളാണ് അല്ലേ. ഓക്കെ, അടുത്തത് എന്തായിരിക്കും? നമ്മൾ എയർ കണ്ടു, വാട്ടർ കണ്ടു, സോയിൽ കണ്ടു. ഇനി ഏതായിരിക്കും? അതെ, നമ്മൾ നടിയിൽ പ്ലാന്റ്സ് നടാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വഴിയും രോഗങ്ങൾ പകരാം അല്ലേ. നടിയിൽ വസ്തുക്കൾ, അതിനെയാണ് നമ്മൾ സീഡ് ബോൺ ഡിസീസ് എന്ന് പറയുന്നത്. വിത്ത് വഴി പകരുന്ന രോഗങ്ങൾ. ഉദാഹരണമായിട്ട് ലൂസ് മട്ട് ഓഫ് വീറ്റിനെ അല്ലെങ്കിൽ ഗോതമ്പിനെ ബാധിക്കുന്ന ലൂസ് മട്ട് ഡിസീസ് ഒരു സീഡ് ബോൺ ഡിസീസാണ്, വിത്ത് വഴി പകരുന്ന രോഗത്തിന് എക്സാമ്പിളാണ്. ബ്ലാസ്റ്റ് ഓഫ് റൈസ്, അതും സീഡ് ബോൺ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ സീഡ് ബോൺ ഡിസീസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഈ 4 ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ബേസ്ഡ് ഓൺ മോഡ് ഓഫ് സ്പ്രെഡ്, എങ്ങനെയാണ് പകരുന്നതിൻ്റെ ബേസിസ് ഒരു ക്ലാസിഫിക്കേഷൻ. സ്പ്രെഡ്സ് ത്രൂ എയർ ബോൺ ഡിസീസ്, ത്രൂ വാട്ടർ ബോൺ ഡിസീസ്, ത്രൂ സോയിൽ ബോൺ ഡിസീസ്, ത്രൂ സീഡ് ബോൺ ഡിസീസ്. ഓക്കെ, ക്ലിയർ ആയോ? ശരി.